മാതാ അമൃതാനന്ദമയിയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി അമൃതവർഷം പരിപാടി കൊല്ലം വള്ളിക്കാവ് അമൃതപുരിയിൽ സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ, കേന്ദ്ര സഹമന്ത്രിമാരായ എൽ. മുരുകൻ, ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. സമൂഹത്തെ ശാക്തീകരിക്കാൻ സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് മാതാ അമൃതാനന്ദമയിയുടേതെന്ന് കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ പറഞ്ഞു. മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനത്തിൽ എല്ലാ ബി.ജെ.പി. പ്രവർത്തകരുടെയും പേരിൽ കേന്ദ്രമന്ത്രി ആശംസകൾ അറിയിച്ചു. കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഉന്നമനത്തിനായാണ് അമൃതാനന്ദമയി പ്രവർത്തിക്കുന്നതെന്നും ജെ.പി. നദ്ദ പറഞ്ഞു. On the forefront for the social activities and trying to rehabilitate the people. We also remember that during 2001 in the Bhuj earthquake, the organization had done a commendable job. So in the need of crisis, in the need of hour, in the need of emergency, the organization has been leading the social work from the front under her guidance and her leadership, which the society has always. മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് അനുഗ്രഹമെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ. മുരുകൻ പറഞ്ഞു. മഠത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. അമ്മ അവர்களுடைய அம்மா என்றாலே கருணை, அம்மா என்றாலே சேவை, அம்மா என்றாலே இந்த உலகத்தில் அனைத்து மக்களுக்கும் கிடைக்கின்ற ஒரு மிகப்பெரிய உன்னத சக்தி அம்மா. அப்படிப்பட்ட அம்மாவுடைய பிறந்த தினத்தில் நாம் இன்று இங்கு கூடியிருப்பது மிகவும் மகிழ்ச்சியான தருணம். அம்மா அவர்கள் சேவை, இங்கு பல சேவைகளை நாம் பார்த்தோம். മാനവ സേവയാണ് ദേവാരാധനയെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത വ്യക്തിത്വമാണ് മാതാ അമൃതാനന്ദമയി എന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. 2000 ആണ്ട് ആഗസ്റ്റ് മാസം 29-ാം തീയതി ഐക്യരാഷ്ട്രസഭയുടെ പൊതുവേദിയിൽ നിന്നുകൊണ്ട് മലയാളത്തില് അത് അമ്മ ലോകത്തിനോട് പറഞ്ഞു, ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് അമ്മ ലോകത്തിനോട് പറഞ്ഞു. ലോകമാദ്യമായിട്ടാണ് മലയാളത്തിലുള്ള ഒരു പ്രസംഗം മലയാളികൾക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന രീതിയിൽ അന്ന് നടത്തിയത്. 2025 അമൃതകീർത്തി പുരസ്കാരം എഴുത്തുകാരൻ പി.ആർ. നാഥന് കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ സമ്മാനിച്ചു. ഏത് വാക്കുച്ചരിക്കുമ്പോഴും മനുഷ്യനന്മയെ ഉയർത്താനായിരിക്കണം എന്ന മാതാ അമൃതാനന്ദമയിയുടെ വാക്കുകൾ പുസ്തകരചനയിൽ പ്രചോദനമായെന്ന് എഴുത്തുകാരൻ പി.ആർ. നാഥൻ പ്രതികരിച്ചു. നിർധനരായ അപസ്മാര രോഗികൾക്ക് സഹായം നൽകുവാനായി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ISROയും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ധാരണാപത്രങ്ങൾ പരിപാടിയിൽ കൈമാറി. പദ്ധതിക്കായി ISRO 1 കോടി രൂപ അനുവദിച്ചിരുന്നു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, എംപിമാരായ ശശി തരൂർ, കെ.സി. വേണുഗോപാൽ, സി.ആർ. മഹേഷ് MLA, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, ചലച്ചിത്രതാരം ദേവൻ എന്നിവർ ജന്മദിനാഘോഷ പൊതുസഭയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.